സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ ആദ്യം കണ്ടപ്പോ. പക്ഷെ ഇത്രയും വർഷമായിട്ട് മീൻസ് എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ഇവിടെ സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരു വ്യക്തി ഉണ്ടാവില്ല. ആദ്യമായിട്ട് നമ്മള് മൂപ്പരെ കണ്ടാല് എപ്പോഴും വിചാരിക്കും ഓ കൊണ്ടുപോകുമ്പോ എന്ന് മാത്രം. നോ, ഹി മീൻസ് ഇറ്റ്. മൂപ്പര് പറയുന്ന വാക്കുകളും അതിനെ ഭയങ്കര സീരിയസ് ആയി എടുക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ദാറ്റ്സ് എ ബിഗ് തിങ്. പിന്നെ ഇപ്പൊ രാമേട്ടൻ പറയുന്നായിരുന്നു എന്നോട്, നമ്മളൊരു ബിസിനസ് ഉണ്ടാക്കി കാശ് ഉണ്ടാക്കുമ്പോ ആൾക്കാർ കുറച്ച് എന്താ പറയാ പബ്ലിക്കോ അല്ലാതെ പുറത്തെ ആൾക്കാരെ ഒന്ന് അടച്ച് അവരൊന്ന് ഇൻവൈറ്റ് ചെയ്യാതെ കുറച്ചൊരു അഹങ്കാരത്തിരിക്കുക. മൂപ്പര് എത്ര കാശ് ഉണ്ടാക്കുന്നോ അത്ര തന്നെ തിരിച്ച് സൊസൈറ്റിക്ക് കൊടുക്കുന്നു. അത് വലിയൊരു കാര്യമാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ഇന്ന് എന്റെ അമ്മയെ നോക്കുന്ന ഒരു നേഴ്സ് ഉണ്ട്, ഫസീല ചേച്ചി. ഞാൻ ബോച്ചനോട് പറയാണ്, ഇപ്പൊ 37 പക്ഷെ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മുമ്പേപ്പോ ലൈവായിട്ട് കാണുന്നുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചേച്ചി നിങ്ങളുടെ ഭയങ്കര വലിയ ഫാനാണ്. ലൈവായിട്ട് നിങ്ങളെല്ലാം, ബിക്കോസ് നിരക്ക് വെച്ച് നിങ്ങൾക്ക് കുറെ 10 lakhs കൊടുക്കുന്നുണ്ട്, കാറ് കൊടുക്കുന്നുണ്ട്, പൈസകൾ കൊടുക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു മനസ്സുണ്ടാവാന്ന് പറഞ്ഞാൽ ബിഗ് തിങ്. ആൻഡ് നമ്മളെല്ലാവരും കാശുണ്ടാക്കും, പക്ഷെ തിരിച്ചു കൊടുക്കണമെങ്കിൽ കുറച്ച് നമ്മളെല്ലാം പിശുക്കന്മാരാണ്, സത്യം പറയാം. ബട്ട് ഫോർ ദാറ്റ് കൺഗ്രാറ്റുലേഷൻസ് ബോച്ചെ, ഐ ആം റിയലി സോ. അത് ഞാൻ പറയാൻ നിൽക്കണം, അതിന് മുമ്പ് അവിടെ റിലീസാക്കി. എന്നാൽ എന്നോട് പറ എന്റെ ഐ ലവ് യു ബോച്ചെ. രോമാഞ്ചം. ഹലോ, ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, സുഖമാണോ? ലവ് യു. കുറച്ചു പേർക്ക് ലവ് യു ഉള്ളു. എന്നെ ഇഷ്ടമാണോ? എന്നാ ലവ് യു. ഇത്ര എനർജി പോലെ ലവ് യു. എന്തെങ്കിലും കൊടുത്താൽ തിരിച്ചു കിട്ടണ്ടേ? ഇതാർക്കാ വേണ്ടേ? എനിക്ക് തരാനുള്ളതുള്ളൂ, ഹഗ്ഗൊന്നുമില്ല. എന്നോട് ആരും ഹഗ്ഗ് മുമ്പൊന്നും ചോദിക്കുന്നില്ല. അതെല്ലാം ഇവിടുന്നാണ്. ഇത് പൂച്ചേട്ടുണ്ട് കേട്ടെ. ഇന്ന് ഇവിടെ വന്ന എല്ലാവരും, ഇവിടെ ഒരുപാട് വിശിഷ്ട വ്യക്തികളുണ്ട്. നമ്മുടെ മൈ ഡിയർ ഫ്രണ്ട്സ് ഒത്തിരി പേരുകൂടിയുണ്ട്. എല്ലാവർക്കും പ്രത്യേകം നന്ദി. എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. പിന്നെ നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഒരു ജ്വല്ലറിയും മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയും 2 പ്രസ്ഥാനങ്ങൾ ഇവിടെ വരികയാണ്. ഇതൊന്നും എന്റെ കഴിവുകൊണ്ടല്ല, ഇതൊക്കെ നാട്ടുകാര് കച്ചവടം തന്ന് എനിക്ക്